ഇന്ന് നമ്മുടെ ഗതാഗത മന്ത്രി നടത്തിയിട്ടുള്ള പ്രസ്താവന പിൻവലിച്ച് കേരളീയ സമൂഹത്തോട് മാപ്പ് പറയണം എന്നാണ് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടുറപ്പിക്കാൻ വേണ്ടിയിട്ട് അവരൊരു പ്രഖ്യാപനം നടത്തി. അന്ന് നടത്തിയിട്ടുള്ള പ്രഖ്യാപനം കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും എല്ലാ ബസ്സുകളിലും യാത്രാ സൗജന്യം എന്നായിരുന്നു. എന്നാൽ അത് പിന്നീട് പരിമിതപ്പെടുത്തി ഓർഡിനറി ബസ്സുകളിലാക്കി. ആ ഓർഡിനറി ബസ്സുകളിൽ യാത്രാ സൗജന്യം അനുഭവിച്ചിട്ടുള്ള സ്ത്രീകളോട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തിക്കിത്തിരക്കിയിട്ട് നിങ്ങളുടെ കയ്യിൽ പണമുണ്ടായിട്ടും ഈ ബസ്സിൽ കയറി യാത്ര ചെയ്തത് എന്നുള്ള ആക്ഷേപകരമായിട്ടൊരു പരാമർശമാണ് നടത്തിയത്. അത് അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ആക്ഷേപം പണമുണ്ടായിട്ടും ആളുകളെല്ലാം സർക്കാർ ആശുപത്രിയിൽ പോകുന്നു എന്നാണ്. പണമുള്ള ആളുകൾ ഉൾപ്പെടെ സർക്കാർ ആശുപത്രിയിൽ പോകുന്നതിൽ ഒരു മന്ത്രിയായിട്ടുള്ള ആൾക്ക് അഭിമാനമല്ലേ തോന്നേണ്ടത്? ആ അഭിമാനം തോന്നുന്നതിന് പകരം നിങ്ങൾ എന്തിനാണ് ഈ ആശുപത്രിയിൽ പോയിട്ട് സമയം കളയുന്നത്? നിങ്ങൾക്ക് സ്വകാര്യ ആശുപത്രിയിൽ പോയിക്കൂടെ എന്നാണ് ചോദിക്കുന്നത്. അത് സ്വകാര്യ ആശുപത്രി ലോബികളെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള പരസ്യമായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഭരണഘടനാപരമായ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ചില പ്രതികരണങ്ങളും പ്രസ്താവനകളും ഉണ്ടായിട്ടുണ്ട്. അത് തിരുത്തണം. അത് തിരുത്തിയിട്ട് പൊതുസമൂഹത്തോട് അത് ഏറ്റുപറയണം എന്നാണ് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത്. പിന്നെ ചില ആളുകൾ സ്വകാര്യ സ്കൂളിൽ മക്കളെ പഠിപ്പിക്കുന്നു എന്നാണ്. അതെല്ലാം രക്ഷിതാക്കളുടെ അവകാശമാണ്. ഏത് സ്കൂൾ തിരഞ്ഞെടുക്കണം എന്നെല്ലാം രക്ഷിതാക്കളുടെ അവകാശമാണ്. അപ്പം അങ്ങനെയെല്ലാമുള്ള ആളുകൾക്ക് സൗജന്യ യാത്ര പാടില്ല എന്ന് ഒരു മന്ത്രി പറയുമ്പോൾ എന്നാൽ പിന്നെ ആദ്യം തന്നെ സർക്കാർ ഉത്തരവിൻ്റെ ഭാഗമായിട്ട് അതിൽ പരാമർശിക്കണം ആർക്കെല്ലാമാണ് സൗജന്യ യാത്ര നടത്താൻ വേണ്ടി കഴിയുക. സ്വകാര്യ സ്കൂളിൽ മക്കളെ പഠിപ്പിക്കുന്ന രക്ഷിതാക്കൾക്ക് സൗജന്യ യാത്രയില്ല. സർക്കാർ ആശുപത്രിയിൽ അല്ലെങ്കിൽ മറ്റേ സ്വകാര്യ ആശുപത്രിയിൽ പോകുന്ന ആളുകൾക്ക് ഈ സൗജന്യം കൊടുക്കേണ്ടതില്ല എന്നൊക്കെ ആദ്യമേ പറഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ല. ഇതൊന്നും പറയാതെ എല്ലാവർക്കും സൗജന്യ യാത്ര എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയിട്ട് അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളെ അങ്ങേയറ്റം അപമാനിച്ചു വിടുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഉത്തരവാദിത്തപ്പെട്ട ഇത്രയേറെ കാലത്തെ രാഷ്ട്രീയ പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരാളുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടാത്ത പ്രസ്താവനയാണ്. അദ്ദേഹം അത് തിരുത്തണം എന്നാണ് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത്. ഇത് യുഡിഎഫ് സർക്കാരിന്റെ ഇരട്ടത്താപ്പ് എന്ന രീതിയിൽ തന്നെയാണ് കാണേണ്ടത്. കാരണം അത് അവർ വലിയ അവരുടെ അഭിമാനകരമായ പദ്ധതി എന്ന് പറയുമ്പോഴും ഈ പറഞ്ഞതുപോലെ അത് കയറുന്ന ആളുകൾക്ക് ചില മാനദണ്ഡങ്ങളൊക്കെ സ്വയം നിശ്ചയിക്കുകയാണ്. അത് എന്താണ്? അതാണ് ഇതിപ്പം അതായത് ഈ അതിൽ കയറുന്ന ആളുകളുടെ അഭിമാനത്തെയാണ് ഇവർ കുത്തിയിട്ടുള്ളത്. അപ്പം ആത്മാഭിമാനമുള്ള ഒരാൾക്ക് ഇതെല്ലാം കേട്ടിട്ട് അത്തരം ബസ്സിൽ കയറുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്തിരുന്ന ആളുകൾ പറയുമല്ലോ, അല്ല നിങ്ങൾ സ്വകാര്യ ആശുപത്രിയിൽ പോകുന്ന ആളല്ലേ, അല്ല നിങ്ങളുടെ കുഞ്ഞ് മറ്റേ സ്കൂളിലല്ലേ പഠിക്കുന്നത്, നിങ്ങൾക്ക് ഇതിനകത്ത് യാത്ര ചെയ്യാനുള്ള അവകാശമുണ്ടോ, നിങ്ങൾക്ക് നാണമില്ലേ എന്നൊക്കെ ഒരാൾ ചോദിച്ചാൽ അത് കേൾക്കേണ്ടി വരില്ലേ? അപ്പോൾ പൊതുസമൂഹത്തിനിടയിലേക്ക് ഇങ്ങനെല്ലാമുള്ള പരാമർശങ്ങൾ നടത്തിയിട്ട് ആ ബസ്സിൽ കയറുന്ന ആളുകളുടെ അഭിമാന ബോധത്തെയാണ് ക്ഷതമേൽപ്പിച്ചിട്ടുള്ളത്. അത് ഒരു ചെറിയ പ്രശ്നമല്ല, അതൊരു നാക്കുപഴിയായിട്ട് എടുക്കാൻ വേണ്ടി കഴിയില്ല. ഇതൊക്കെ ഉള്ളിൽ അടിഞ്ഞുകൂടുന്ന ഒരു നിലപാടിന്റെ പ്രശ്നമാണ്. ആ നിലപാട് തിരുത്തണം. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇങ്ങനെല്ലാമുള്ള നിരവധി പ്രസ്താവനകളുമായിട്ട് പല മന്ത്രിമാരും രംഗത്തിറങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ എല്ലാ ദിവസവും നുണ പറയുന്ന ഒരാളായിട്ട് മാറുകയല്ലേ. ഹെലികോപ്റ്റർ വിഷയത്തിൽ എന്താ പറഞ്ഞത്? ഞാൻ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ യാത്ര നടത്തിയതിനെ കുറിച്ച് ഞാൻ ആക്ഷേപം പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ഇന്നലെ നിങ്ങളുടെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. യഥാർത്ഥത്തിൽ അങ്ങേയറ്റത്തെ ആക്ഷേപം മുഖ്യമന്ത്രിയുടെ യാത്രയെക്കുറിച്ച്, ഹെലികോപ്റ്റർ വാങ്ങിയതിനെക്കുറിച്ച്, അതിൻ്റെ കരാറിനെക്കുറിച്ചെല്ലാം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹം. അതെല്ലാം ഒറ്റയടിക്ക് വിഴുങ്ങിയിട്ട് ഞാനൊന്നും പറഞ്ഞിരുന്നില്ല എന്ന ഒരു ന്യായവാദവുമായിട്ട് രംഗത്തിറങ്ങിയാണ്. ഇതെല്ലാം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം മാത്രം കാണാൻ വേണ്ടി കഴിയുന്ന ഒരു അപൂർവ കാഴ്ചയാണ്. കേരളത്തിൽ ഒരുപാട് മുഖ്യമന്ത്രിമാരും മന്ത്രിമാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ നിലയിൽ ഒരു ദിവസം പറഞ്ഞ കാര്യം പിറ്റേ ദിവസം മാറ്റിപ്പറയുക, ഈ നിലയിൽ യു ടേൺ എടുത്തുകൊണ്ടേയിരിക്കുന്ന ഒരു ഗവൺമെന്റ് സമീപകാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത് അപൂർവമായിട്ടുള്ളൊരു അനുഭവമാണ്.